വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഫിസിക്സിൽ ഏതൊരു ചാപ്റ്റർ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും ഓരോ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് സ്കെയിലാർ ആണോ അത് വെക്റ്റർ ആണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ അതേപോലുള്ള പല റൂളുകളും നമ്മൾ അപ്ലൈ ചെയ്താണ് വെക്റ്ററിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഫിസിക്സിൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളത് എടുത്ത് പഠിക്കാറില്ല. +2 മാത്തമാറ്റിക്സിൽ വെക്റ്റർ അൽജിബ്ര എന്ന ടോപ്പിക്കിലാണ് വെക്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ വെക്റ്റേഴ്സിൻ്റെ പല കൺസെപ്റ്റുകളും +1 ഫിസിക്സിലെ ഓരോ ചാപ്റ്റേഴ്സിലും, ഫോർ എക്സാമ്പിൾ പ്രൊജക്ടൈൽ മോഷൻ എടുത്തു കഴിഞ്ഞാലും മെക്കാനിക്സ് എടുത്താലും കൈനമാറ്റിക്സ് എടുത്താലും ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം വെക്റ്റേഴ്സിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് പറയുന്നത് വെക്റ്റേഴ്സിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് സ്കെയിലാറും അതുപോലെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് നോക്കാം. ഒരു ക്വാണ്ടിറ്റി നമുക്ക് രണ്ട് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നെങ്കിൽ അത് സ്കെയിലാർ ആയിരിക്കും, അല്ലെങ്കിൽ അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം, അതായത് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പോയിന്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കത് മാഗ്നിറ്റ്യൂഡ് ബേസിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ടൈം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് നമുക്ക് ടൈം ഒരു ഇത്ര സെക്കൻഡ്സ് എന്നേ പറയാൻ പറ്റൂ, അതായത് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. സോ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ ടൈം നമുക്ക് ഡയറക്ഷൻ ഇല്ല. നമുക്ക് എത്ര സെക്കൻഡ്സ് അല്ലാതെ ഏതിലോട്ട്, ഈസ്റ്റിലോട്ട് 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ വെസ്റ്റിലോട്ട് 2 സെക്കൻഡ്സ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടൈം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സമയം വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ കേസിൽ അതിന് മാഗ്നിറ്റ്യൂഡ് കാണും, ഡയറക്ഷനും കാണും. ഇതൊക്കെ ബേസിക്സ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഓരോ, അതായത് വെക്റ്ററിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ഉണ്ട്, അതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. അപ്പം നമുക്കൊരു ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക്സ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഞാൻ സ്മോൾ ലെറ്റർ എ വേണ്ട, ബി എന്നിരിക്കട്ടെ, ബി. ഈ സ്മോൾ ലെറ്റർ ബി വെറുതെ ഇരിക്കഴിഞ്ഞാൽ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആവില്ല. അതേസമയം അതിന് മേളിൽ ഞാനൊരു ആരോ ഹെഡ് ഇട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ക്വാണ്ടിറ്റി ആവും? അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആവും. സോ ഈ ഒരു വെക്റ്റർ ബി എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഫിസിക്സിലെ ഏതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വെക്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു വെക്റ്റർ എങ്ങനെയാണ് ഒരു വെക്റ്റർ, അതായത് വെക്റ്റർ എന്നുള്ള കൺസെപ്റ്റ് എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കോർഡിനേറ്റ് ജിയോമെട്രി പഠിക്കുന്ന സമയത്ത് 3 ആക്സിസുകൾ, അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതേപോലെ ഇതൊരു ആക്സിസ്, ഇത് 3 ഡയമെൻഷനിൽ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3 ആക്സിസുകളാണ് നോക്കാറുള്ളത്. അപ്പം വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ കുറച്ച് കമ്പോണൻസ് ഉപയോഗിക്കാറുണ്ട്. അതെന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, എക്സ് ആക്സിസിലെ കമ്പോണൻ്റ് എപ്പോഴും ഐ ആയിരിക്കും. അതായത് സ്മോൾ ലെറ്റർ ഐ കൊണ്ടാണ് എക്സ് ആക്സിസിലെ കമ്പോണൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. കമ്പോണൻറ്റ് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇനി വൈ ആക്സിസിലെ കമ്പോണൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജെ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ ജെ കൊണ്ടാണ്. മണ്ടലോട് ക്യാപ്പ് ഇടാറുണ്ട്, ക്യാപ്പ് ഉണ്ട്, ജെ ക്യാപ്പ്, അതേപോലെ ഐ ക്യാപ്പ്, ഐ ക്യാപ്പ്. അതേപോലെ സെഡ് ആക്സിസിലെ കമ്പോണൻറ്റ് കെ ആണ്, അപ്പോൾ കെ ക്യാപ്പ്. അപ്പം ഐ ജെ കെ. ഇനി നമ്മൾ ഐ എന്നും ജെ എന്നും കെ എന്നേ കേൾക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ആക്സിസ് ഏതാണ് കറക്റ്റായിട്ട് അറിയണം. ഇതൊക്കെ അത്യാവശ്യം ബേസിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ പറയുകയാണ്, ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ഞാൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്: 2i + 3j + 5k. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഒരു ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് എക്സും ഇത് വൈയും ഇത് ഇസഡുമായി കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ 2 യൂണിറ്റ്സ് മൂവ് ചെയ്തു. അതാണ് ഐയുടെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ് 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വൈ ആക്സിസിൽ ജെയുടെ കമ്പോണൻറ്റ് എന്ന് പറയുമ്പം ജെയുടെ കോഎഫിഷ്യൻ എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പം വൈ ആക്സിസിൽ 3 യൂണിറ്റ്സ് മൂവ് ചെയ്തു. കെയുടെ കമ്പോണൻറ്റ് 5 ആണ്, അപ്പോൾ 5 യൂണിറ്റ്സ് മൂവ് ചെയ്തു. അതാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് സിംപ്ലി നമ്മൾ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെക്റ്ററിൻ്റെ പല അഡിഷൻ, സബ്ട്രാക്ഷൻ, അതേപോലെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ മേജറായിട്ട്, അല്ലെങ്കിൽ ഫിസിക്സിൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ ഒരു ഫീൽഡാണ്, നമ്മൾ ഏറ്റവും ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. ഇത് ബേസിക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വെക്റ്ററിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. വെക്റ്റർ ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ b = 2i + 3j + 5k, ഇത് വെക്റ്റർ ഫോമാണ്. പിന്നെ സ്കെലാർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ, സ്കെലാർ ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്ഷൻ കാണില്ല, അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുകയുള്ളൂ.
അപ്പോൾ ഈ ഒരു വെക്ടറിന്റെ സ്കെലാർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും അതായത് നമ്മൾ സ്കെലാർ ഫോം എന്ന് പറയുമ്പോൾ മോഡുലസ് ആണ് ഉദ്ദേശിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ പറയും. ഇതിന്റെ നീളം, അപ്പോൾ നീളം മാത്രമാണല്ലോ സ്കെലാർ ഫോമിൽ ആവശ്യമുള്ളൂ. സ്കെലാർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് വെക്ടർ ബി ആണ്. അപ്പോൾ വെക്ടർ ബിയുടെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഐയുടെ കമ്പോണന്റിന്റെ ടേം ഏതാണ് അതിന്റെ സ്ക്വയർ. ഇപ്പോൾ 2 സ്ക്വയർ ആണല്ലോ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 പ്ലസ് ജെയുടെ കമ്പോണന്റ് 3 ആണ്, 3യുടെ സ്ക്വയർ 9 പ്ലസ് കെയുടെ കമ്പോണന്റ് 5യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. ഇത് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു ആൻസർ കിട്ടും. അതായിരിക്കും അതായത് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പലയിടത്തും ആവശ്യമുണ്ട് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യുമ്പോഴുള്ള കേസ്, അതേപോലെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴുള്ള കേസ്, പിന്നെ യൂണിറ്റ് വെക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പം യൂണിറ്റ് വെക്ടറിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്താണ് ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിറ്റ് വെക്ടർ ഡെനോട്ട് ചെയ്യുന്നത് നമ്മൾ ക്യാപ്പ് ഉപയോഗിച്ചാണ്. അതായത് ഇപ്പോൾ ബി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു വെക്ടറാണ്, അതേസമയം ബി ക്യാപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. എന്താണ് ഒരു വെക്ടറും യൂണിറ്റ് വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആദ്യം നോക്കാം. ഒരു വെക്ടർ എപ്പോഴാണ് യൂണിറ്റ് വെക്ടർ ആവുന്നത്? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ അതിന്റെ നീളം 1 യൂണിറ്റ്സ് ആകുമ്പോൾ, യൂണിറ്റി ആകുമ്പോഴാണ് ആ വെക്ടർ എന്താവുന്നത്? യൂണിറ്റ് വെക്ടർ ആവുന്നത്. അപ്പോൾ ഈ ഒരു വെക്ടറിന്റെ ഒരു വെക്ടർ വന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ബി ഈക്വൽ ടു 2i + 3j + 5k, ഇതിന്റെ യൂണിറ്റ് വെക്ടറാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ ബി ക്യാപ്പ്, അതായത് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ആ വെക്ടർ, അതായത് ആ ബി എന്ന് പറയുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ ആ വെക്ടറിന്റെ മോഡുലസ് ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കുക. യൂണിറ്റ് വെക്ടറിന്റെ ഫോമുലയാണ് ആ വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. ഇത്രയും മതി നമുക്ക് ഈ ഒരു ടോപ്പിക്ക്. ഇതിൽ കൂടുതൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരികയില്ല. ഇനി നമുക്ക് അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകാം. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുള്ള കേസ് നമുക്ക് നോക്കാം. ഒരു വെക്ടർ എ എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ വെക്ടർ ഫോമിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ബി എന്ന് പറയുന്നതും വെക്ടർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയാണ് ഒരു രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പം ഇവിടെ ഐയുടെ കമ്പോണന്റ് എന്താണ്? 2 ആണ്. അതുപോലെ ഈ ബി വെക്ടറിന്റെ ഭാഗത്ത് ഐയുടെ കമ്പോണന്റ് 3 ആണ്. കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം അതേപോലെ ഇട്ട് കൊടുക്കുക എന്നുള്ള പ്രൊസീജിയർ മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പം എ പ്ലസ് ബി എത്ര ആയിരിക്കും വരുന്നത്? ഐയുടെ കമ്പോണന്റ് 2ഉം 3ഉം ആണ്. അപ്പോൾ 2 + 3 എത്രയാണ്? 5 ആണ് വരുന്നത്. അപ്പോൾ 5 മാത്രം എഴുതിയാൽ പോരാ, 5i. അതേപോലെ ജെയുടെ കമ്പോണന്റ് 5ഉം 2ഉം ആണ്. അപ്പോൾ 5 + 2 എത്രയാണ്? 7. അപ്പോൾ 7j പ്ലസ് 6 + 3 എത്രയാണ്? 9. അപ്പോൾ 9k. ഇത്രയാണ് എ പ്ലസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള കമ്പോണൻസ് നെഗറ്റീവ് വരാം. ഇപ്പോൾ 2i - 2j എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി 2i + -2j എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നെഗറ്റീവ് കമ്പോണൻസ് ഒക്കെ വരാം, ഞാനത് പറയുന്നില്ല, അത് ബേസിക് മാത്തമാറ്റിക്സ് ആണല്ലോ. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. സബ്ട്രാക്ഷൻ ഇതേപോലെയാണ്, ഞാനത് എടുത്ത് പറയുന്നില്ല. സബ്ട്രാക്ഷൻ വരുമ്പോൾ എന്താണ്? രണ്ട് വെക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് വെക്ടേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സബ്ട്രാക്ഷനോട് പറഞ്ഞു പോകാം. അപ്പോൾ a - b ആണ് ചോദിക്കുന്നത്. a - b ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഐ കമ്പോണന്റിന്റെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 2 - 3 ചെയ്യുക. a - b ആണല്ലോ, അപ്പം എയിൽ നിന്ന് ബി കുറയ്ക്കുക എന്നുള്ളതാണ്. 2 - 3 എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പം -1 i ക്യാപ്പ്, അല്ലെങ്കിൽ -i ക്യാപ്പ് എന്ന് എഴുതിയാലും മതി. പ്ലസ് 2 - 5 അല്ലേ? 2 - 5 എന്ന് പറയുമ്പോൾ -3 ആണ്. അപ്പോൾ ഞാൻ -3j പ്ലസ് 3 - 6 എന്താണ്? -3 ആണ്. അപ്പോൾ -3k. ഇതാണ് a - b എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡ് വരുമ്പോഴത്തേനും നമുക്ക് ഒന്ന് സ്ട്രെസ് ചെയ്ത് നമ്മളൊന്ന് നോക്കേണ്ട ഫീൽഡാണ് മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ഇല്ല, ഡിവിഷൻ എന്നൊരു പേരിൽ പറയാൻ പറ്റില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി വെക്ടർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഒന്ന് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ? അതായത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയെ നമ്മൾ വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഒരു വെക്ടറിനെ വേറൊരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നോക്കാം. ഫസ്റ്റ് ആദ്യമേ എന്താണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് നോക്കാം. ഒരു ക്വാണ്ടിറ്റി ഞാൻ അതിനെ എ എന്ന് ഡിനോട്ട് ചെയ്യാണ്. a = 2i + 5j + 3k. ഇതൊരു വെക്ടർ ആണല്ലോ. ഇനി ഈ വെക്ടറിനെ ഞാൻ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ സ്കെലാറിന്റെ ഒരു സ്കെലാർ എന്ന് പറയുമ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റി ആണല്ലോ. ഫോർ എക്സാമ്പിൾ ഞാനൊരു നമ്പർ പറയാം, നമ്പർ 3. അപ്പോൾ 3 കൊണ്ട് ഈ വെക്ടറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ 3 എന്ന് പറഞ്ഞ നമ്പർ ഒരു സ്കെലാറാണ്. ആ സമയത്ത് ഇവിടെ എന്താണ് ചേഞ്ച് വരുന്നത്? അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് 3a ആണ്. ഈ വെക്ടർ, അതായത് വെക്ടറിനെ 3 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, എല്ലാ കമ്പോണൻസും 3 കൊണ്ട് മൾട്ടിപ്ലൈഡ് ആവും. അതായത് ഐയുടെ കമ്പോണന്റ് 2 ആണല്ലോ. അപ്പോൾ 3 × 2 എത്ര വരും? 6 വരും. അപ്പോൾ 6i പ്ലസ്
3 into 5 എത്രയാണ് 15 ആണ്. അപ്പോൾ 15j പ്ലസ് 3 times 3 എത്രയാണ് 9 ആണ്. അപ്പോൾ 9k. സിമ്പിളാണ്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ അത്ര നമ്മൾ എന്താണ് പാടായിട്ടുള്ള സംഭവമല്ല. ഇനി നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട്. അത് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ്. അവിടെയാണ് ഇച്ചിരി കൂടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അപ്പോൾ ഇതേപോലെ ഇനി നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം സംഭവം എന്നാണ്. കൺസെപ്റ്റ് സെയിം തന്നെയാണ്. -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്തായിരിക്കും -6 ആയിരിക്കും, -15 ആയിരിക്കും, -9 ആയിരിക്കും. ആ ഒരു പ്രശ്നമുള്ളൂ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വെക്ടർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ എന്താണ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ടല്ലോ. ഒരു വെക്ടറിനെ ഞാൻ പറയുകയാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് 2i + 9j + 6k. ഓക്കെ. ഇനി ഡി എന്ന് പറഞ്ഞ വെക്ടർ അത് ഞാൻ 1i ആണ്. അപ്പോൾ i എന്ന് എഴുതാണ്. i + 2j + 3k. രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി വെക്ടർ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അതായത് സി എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് രീതിയിലാണ് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റും ഒന്ന് ക്രോസ് പ്രൊഡക്റ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ആണ് നമ്മൾ മെയിൻലി വെക്ടേഴ്സിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. അപ്പം എന്താണ് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് നോക്കാം ആദ്യമേ. ഡോട്ട് പ്രൊഡക്റ്റ് ഓക്കെ. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പേരിലുണ്ടായത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോട്ട് കൊണ്ട് തന്നെയാണ്. പേര് തന്നെ ഡോട്ട് എന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു രണ്ട് ക്വാണ്ടിറ്റി സിയുടെയും ഡിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ C.D എന്നാണ് എഴുതുന്നത്. C.D റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ്. അതായത് രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് C.D എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് C മോഡുലസ് ഓഫ് D കോസ് തീറ്റ. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റിന്റെ. ഇപ്പം A.B ആണെങ്കിൽ AB കോസ് തീറ്റ ആയിരിക്കും. ഇപ്പം C.D ആണെങ്കിൽ CD കോസ് തീറ്റ ആയിരിക്കും. ഈ CD ഞാൻ പറയാതിരിക്കാൻ ഇവിടെ മോഡുലസ് ആണ്. അതായത് വെക്ടർ അല്ല, വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു. അതാണ് റൂട്ട് ഓഫ് ആ ടേമിന്റെ സ്ക്വയർ എടുത്താൽ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ C.D CD കോസ് തീറ്റ ആണ്. എന്താണ് ഈ തീറ്റ എന്ന് പറയുന്നത്? സിയും ഡിയും രണ്ട് വെക്ടേഴ്സ് ആണല്ലോ. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ ഈ ഒരു വെക്ടർ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ, ഇത് വെക്ടർ സിയും വെക്ടർ ഡി ആണെങ്കിൽ ഇടയ്ക്കുള്ള ആംഗിൾ ഉണ്ട്. അതാണ് തീറ്റ എന്ന് പറയുന്നത്. അതാണ് തീറ്റയാണ് ഇവിടെ ചെയ്യേണ്ടത്. CD കോസ് തീറ്റ. ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് കോസ് തീറ്റ തന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഫോമുലയാണ് CD കോസ് തീറ്റ. ചില സമയങ്ങളിൽ തീറ്റ തരില്ല. തീറ്റ തരാതായിരിക്കണം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഒന്നിങ്ങനെ സിയും ഡിയും തന്നിട്ട് നമുക്ക് നേരെ തീറ്റയും കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ സമയം കോസ് തീറ്റ തന്നിട്ടില്ലെങ്കിലോ അപ്പോൾ വേറെ വഴിയുണ്ട്. നമുക്ക് അതേതാണെന്ന് നോക്കാം. രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു വെക്ടർ എ എന്ന് പറയുന്നത് 2i, ഞാൻ വലിയ നമ്പേഴ്സ് ഒന്നും ഇടുന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. 2i + 3j + 2k. വെക്ടർ ബി എന്ന് പറയുന്നത് 5i + 2j + 3k. അത് കണ്ടുപിടിക്കേണ്ടത് A.B ആണ്. A.B. അപ്പോൾ നമുക്കറിയാം A.Bയുടെ എക്സ്പാൻഷൻ എന്താണ്? A മോഡുലസ് ഓഫ് B കോസ് തീറ്റ. ഇതാണല്ലോ എക്സ്പാൻഷൻ. അത് നമുക്ക് തീറ്റ തന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. എയും ബിയും തമ്മിലുള്ള ആംഗിളിനെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? വെരി സിമ്പിൾ വേ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഡോട്ട് പ്രോഡക്റ്റിനെ നമ്മൾ വേറൊരു ഫോമും പറയും, വേറൊരു പേര് പറയാറുണ്ട്. വേറൊരു നെയിം എന്താണ്? ഡോട്ട് പ്രോഡക്റ്റിനെ നമ്മൾ സ്കെലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഉത്തരം അഥവാ ആൻസർ എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് അതിൽ ഐയോ ജെയോ കെയോ അങ്ങനെ ഒരു കമ്പോണന്റേ കാണില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഈ എക്സാമ്പിൾ സമയത്ത് ഇവിടെ A.B ആണല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും കോസ് തീറ്റ എന്തായാലും സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ കമ്പോണൻസ് എന്താണ്? ഐയുടെ കമ്പോണന്റ് 2ഉം 5ഉം ആണ്. അഫ്കോഴ്സ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ 5 × 2 എത്രയാണ്? 10 ആണ്. ഓക്കെ. 10ന്റെ കൂടെ ഞാൻ ഐ എന്ന് എഴുതുമോ? ഇല്ല. ബിക്കോസ് A.B എന്ന് പറയുന്നത് സ്കെലാർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഐ നമ്മൾ എഴുതാറില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ എഴുതാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 10 കഴിഞ്ഞ് പിന്നെ പ്ലസ് ജെയുടെ കമ്പോണ്ട് 3ഉം 2ഉം. അപ്പോൾ 3 × 2 എത്രയാണ്? 6 പ്ലസ് ബാക്കി പിന്നെയും 22 ആണ്. അപ്പോൾ അതും 6. അപ്പോൾ 16 + 6 ഇപ്പോൾ 22 ആണല്ലോ വരുന്നത്. ഓക്കെ. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ആ ഐ ഞാൻ എഴുതാത്തത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ എക്സ്പാൻഷൻ എന്താണ്? AB, അതായത് ഇപ്പം A.B AB കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2i × 5i എന്നാണല്ലോ ഞാൻ പറഞ്ഞായിരുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പോൾ 2ഉം 5 എഴുതിയിട്ട് ഞാൻ എന്തുകൊണ്ട് ഐ എഴുതിയില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. 2i × 5i എന്ന് ആണല്ലോ വരുന്നത്. 5 × 2 10 ആണ്. അപ്പോൾ i × i എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം.
ഐ ഇൻറ്റു ഐ അല്ല, ഐ ഡോട്ട് ഐ ആണ്. ഐ ഡോട്ട് ഐ. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ എക്സ്പാൻഷൻ പ്രകാരം മോഡുലസ് ഓഫ് ഐ, മോഡുലസ് ഓഫ് പിന്നെ ഐ, പിന്നെ കോസ് തീറ്റ. ഇനി നോക്കിക്കേ, എന്താണ് മോഡുലസ് ഓഫ് ഐ എന്ന് പറയുന്നത്? മോഡുലസ് ഓഫ് ഐ എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ ഐ ജെ കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. നമ്മൾ ഒരു സംഭവം, അതായത് എക്സ് ആക്സിലാണ്, വൈയിലാണ്, സെഡിലാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് ഈ ഐ ജെ കെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. യൂണിറ്റ് വെക്ടർ എന്ന് തന്നെ പേര് പറയുന്നുണ്ട്. മോഡ് ഐ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഓക്കെ കോസ് തീറ്റ എന്ന് വരും. ഇത് നമ്മൾ ആലോചിച്ച് നോക്കേ, എക്സ് ആക്സിന്റെ കമ്പോണന്റ് ആണല്ലോ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ ആക്സ് ഇവിടെ ഉള്ളു, വൈയും ഇസഡും വരയ്ക്കുന്നില്ല. എക്സ് ആക്സിസും അതേപോലെ എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി ആണ്. ഇവിടെ ഒരു എക്സ് ആക്സ് വരച്ചാലും അത് തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി അല്ലേ? ആണല്ലോ. 1 ഇൻറ്റു എന്താണ്? കോസ് 0 ആണ്. കോസ് 0 എത്രയാണ്? 0 അല്ല, 1 ആണ്. അപ്പോൾ 1 ആണ് ആൻസർ വരുന്നത്. അതായത് ഇവിടെ 10 ഇൻറ്റു 1 എഴുതുമ്പോൾ 10 തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഞാൻ എടുത്തു പറയാത്തത്. ഇപ്പോൾ എ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ സിംപ്ലി നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കമ്പോണൻസ് എഴുതാതിരിക്കുക. കാര്യം സ്കെയിലാർ പ്രൊഡക്റ്റ് ആണല്ലോ. അത്രയേ ഉള്ളൂ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. വളരെ സിമ്പിൾ ആണ്. ബട്ട് യെറ്റ് ഈ ഒരു കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട് തന്നെ ഈ ഐ ഡോട്ട് ഐ എന്താണ് നമ്മൾ പെട്ടെന്ന് ചിലർ കാണാൻ പഠിക്കും. ഐ ഡോട്ട് ഐ 1, ജെ ഡോട്ട് ജെ 1 കുഴപ്പമില്ല. ബട്ട് എങ്ങനെ വന്നു എന്ന് പഠിച്ചു നോക്കുക. ഇൻ കേസ് നമ്മൾ ക്രോസ് പഠിക്കുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ക്രോസ് പ്രൊഡക്റ്റിൽ ഐ ക്രോസ് ഐ എന്ന് പറയുന്ന ഒരിക്കലും 1 അല്ല, അവിടെ വ്യത്യാസമുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ വന്നു എന്ന് പഠിച്ചു നോക്കുക. എക്സ്പാൻഷൻ അറിയാണെങ്കിൽ ഇത് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ഓക്കെയോ. അപ്പോൾ ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.